ഒന്ന് രണ്ട് ഭാഗം മാത്രം ഇന്ന് രാവിലെ പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിൽ തന്നത് നിങ്ങളോട് പങ്കുവെക്കുവാൻ താല്പര്യപ്പെടും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? The question is, where is your God? അതിന്റെ 10ാം വാക്യം, Verse number 10. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തൻ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. Saint who is always having a question, where is your God? ഇന്ന് രാവിലെ നമ്മോട് പലരും ചോദിച്ചിട്ടുണ്ട്. And this morning many have asked this question to us. നാമും ചോദിച്ചിട്ടുണ്ട്, എന്റെ ദൈവം എവിടെ? And we also have asked the same question to others also. രാവിലെ നമുക്കറിയണം നമ്മുടെ ദൈവം ആരാണ്. And this morning we need to know who our God is. നിന്റെ ദൈവം എവിടെ? Where is your God? ദൈവത്തെ ആരാധിക്കുന്നവർക്ക് എപ്പോഴും കേൾക്കേണ്ട ചോദ്യം. And when we worship God all the time, ആരാണ് നമ്മുടെ ദൈവം എന്നൊരു സംഭവത്തിൽ കൂടെ ഞാൻ പറയാൻ പോവുകയാണ്. I'm going to explain an incident where it proves who our God is. A very familiar portion. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. 2 Kings chapter 2 verse number 14. എല്ലാവർക്കും അറിയാവുന്ന പദമാണല്ലോ. And we all know the incident here. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കയ്യിലെടുത്തുകൊണ്ട് And the mantle that fell off Elijah, എലീശ ഒരു ചോദ്യം ചോദിക്കുകയാണ്. and Elijah is asking, ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ? where is the God of Elijah? അന്ന് രാവിലെ അവൻ അറിയേണ്ട ഒരു ചോദ്യം ഇതാണ്. And that is the question he needed to know that morning. എന്റെ ഗുരുവിന്റെ ദൈവം എവിടെ? Where is the God of my master? അവൻ ഏലിയാവിന്റെ ദൈവം ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ ചോദിച്ചത്. He knew who the God of his master was. That is why he asked that question. നമ്മളോട് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കറിയണം. And if somebody asks you where your God is, you need to know who your God is. ഏലിയാവിന്റെ ദൈവം ആരാണെന്ന് 10 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. I'm going to explain 10 different things to prove who God of Elijah is. 1 രാജ 17, 18, 19, 2 രാജ 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു. And in 1 Kings chapter 17 it says, അതിന്റെ 17 തൊട്ട് 19 വരെ, പിന്നെ അതിന്റെ 2 രാജ 2-ാം അധ്യായം. ഇങ്ങനെയാണ് നാം ഇന്ന് രാവിലെ ചിന്തിക്കുന്നത്. and we are going to meditate on those verses. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. Let us be with prayerful attitude. 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, So 1 Kings chapter 17 verse number 1 onwards. ഏലിയാവിന്റെ ദൈവം ആരാണ്? First, who is the king God of Elijah? എലീശയുടെ സംഭവം ഞങ്ങളോട് വിടുകയാണ്. I will leave that incident away. ആരാണ് ഏലിയാവിന്റെ ദൈവം? Who is the God of Elijah? ഞാൻ ഇടവിടാതെ സേവിക്കുന്ന ദൈവം എന്റെ ദൈവം. He is the God whom I serve continually. ഏലിയാവ് ഒരു പാർട്ട് ടൈം വർഷിപ്പർ അല്ലായിരുന്നു. And Elijah was not a part-time worshipper. ആരെങ്കിലും സ്റ്റേജിൽ നിന്ന് ലീഡ് ചെയ്യുമ്പോൾ പാടുന്ന പാട്ടല്ല ഏലിയാവിന്റെ പാട്ട്. He doesn't have sing anytime when people are leading the songs. ഉപവാസ പ്രാർത്ഥനയുള്ളപ്പോൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഏലിയാവിന്റെ He പ്രാർത്ഥന. would not pray only when there is a fasting prayer going on. കാട്ടിലായാലും കൊട്ടാരത്തിലായാലും ഞാൻ ഇടവിടാതെ സേവിക്കുന്ന ദൈവമായ ദൈവം. He would serve God in wilderness and in palaces also. ഇതിനാണ് നമ്മുടെ ദൈവം ആരാ? Who is our God this morning? എപ്പോഴും കണ്ടുമുട്ടുന്ന ദൈവമല്ല. It is not a God whom you see occasionally. തോറും എന്റെ കൂടെയുള്ള ദൈവം. He is there with you all the time. Day and night I can see the glory of my God. Day and night you see His glory. എന്റെ ദൈവം എന്ന് പറയുന്നത് ഇടവിടാതെ സേവിക്കുന്നതാണ്. He is a God whom we serve continually. ഓരോ ശ്വാസത്തിലും എന്റെ ദൈവം ഉണ്ടെന്ന് പറയണം. There is a God in every breath that you breathe. എന്റെ ദൈവം എന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഉറക്കെ പറയുന്നവരാ ദൈവമക്കള്. We are God's children. We say God is with us all the time. സേവിക്കുന്ന ദൈവം. And we serve Him continually. അതിനെക്കുറിച്ച് വിശദീകരിക്കണ്ട. I don't want to explain that. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. The second verse says, ആലോചന പറഞ്ഞു കഴിഞ്ഞപ്പോ after God's word came to Elijah, ആഹാബിനോട് ദൂതൊക്കെ പറഞ്ഞു. and he went and explained to the king. അപ്പൊ ഇനി എന്താ കാര്യം? Then what he has to do? മുഖത്ത് നോക്കി നല്ല ദൂത് പറഞ്ഞാൽ ഇന്നിവിടെ താമസിക്കണം പറയും. And if he had a good message, then the king would have asked him to stay there. എന്റെ മോനെ ഡോക്ടറാക്കാൻ ഞാനിപ്പോ പ്രവചിച്ചാലേ, If I say your son is going to be a doctor, അവരെന്നെ പിടിച്ച് വീട്ടിൽ നിന്ന് താമസിക്കാൻ and they say, oh, pastor, please stay in our house. അതിന്റെ സഭയിലാണെങ്കിൽ ലക്ഷങ്ങൾ ആൾക്കാർക്ക് ഇടിച്ചു കയറി വരിക. And there will thousands coming to the church of that kind. പാസ്റ്റർ നിൽക്കണ ഒരു 5 ദിവസം ഉപവാസം കഴിഞ്ഞ് പോയാൽ മതി. Oh, pastor, please stay here. We need 5 days of fasting prayer. നേരെ മുഖത്ത് നോക്കിയിട്ട്, But if I look at your face, വീടിന്റെ അടിസ്ഥാനം വരെ ഇളകാൻ പോവുകയാണ്. and I'm going to tell you the foundation of your house is going to shake. നടന്നില്ലെങ്കിൽ ഒരു നേരത്തെ വരുമാനം പോലും നിനക്ക് കാണത്തില്ല. Or you will not have even your salary with you. എവിടെ നിന്ന് വിളിച്ച് അവിടെ തന്നെ നിന്ന് കൊണ്ടുവിടും. Or he will put you back to where you came from. പക്ഷേ ഏലിയാവിനെ പേടിക്കണ്ട. But Elijah was not afraid. ഞാൻ ഇടപെടാതെ സേവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. My God is there in heaven. ആഹാബിന്റെ കൊട്ടാരം കണ്ടല്ല അവൻ വന്നത്. He has not seen the king's palace. ദൈവശബ്ദം പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ വഴിയും ദൈവം പറഞ്ഞു കൊടുക്കും. He recognized the voice of God and followed him. സ്വർഗ്ഗം പറഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന്. The heaven told him where to ഞാൻ go. ഇരിക്കേണ്ട സ്ഥലം പറയുന്ന ദൈവമായ എന്റെ God ദൈവം. will tell you where you should sit. ഞാൻ പോകേണ്ട സ്ഥലം പറയുന്ന ദൈവം. God will tell you where you should go. നടക്കേണ്ടുന്ന വഴി പറയുന്ന ദൈവം. He will show you the path you should walk on. ആരാ
തരുമെന്ന്. And He will show you the path you should walk on. തലമുറയുടെ പ്രാണനെ വിടുവിക്കേണ്ട വഴി ദൈവം കാണിച്ചു തരും. He will show you how your children should be delivered. യേശുവിന്റെ കഴുത്തിന് നേരെ ഹെരോദാവിന്റെ വാൾ വന്നപ്പോൾ When the sword of Herod came against Jesus, ദൂതൻ പ്രത്യക്ഷനായിട്ട് വിളിച്ചു പറയുന്ന നസറേത്തിൽ പോയി പാർക്കുവാൻ, and the angel said, "Go and dwell in Nazareth." മോശയെ വെള്ളത്തിലെറിയുവാൻ കൽപ്പനയുള്ളപ്പോൾ When Moses was supposed to be thrown into the വഴി river, തുറക്കപ്പെടുന്നത് നാം കണ്ടതാണ്. he saw how the path of God is നമ്മുടെ open. ദൈവം വഴി കാണിച്ചു തരുന്ന ദൈവം. Our God shows the path that you should walk on. അതുകൊണ്ട് ഏലീശ ചോദിക്കുന്ന എന്റെ ദൈവം എവിടെയെന്ന്. That is why Elisha is asking, "Where is ഞാൻ my God?" യോർദാൻ ഇക്കരെ കടന്നു, അത് ഏലിയാവിന്റെ സഹായത്തിലാണ്. By help of Elijah, I crossed the river Jordan, ഇപ്പൊ ഏലിയാവ് ഉയരത്തിലേക്ക് പോയി. and Elijah is lifted up. തിരിച്ചു കടക്കണമെങ്കിൽ എനിക്ക് ആ ദൈവം വേണമെന്ന്. If I have to go back to the Jordan, I need that God. കഴിഞ്ഞ ആഴ്ചയുള്ള ഏതോ ഭവനത്തിൽ പ്രസംഗിച്ചപ്പോൾ ഇത് ഓർപ്പിച്ചതാ. Last week I reminded this portion. മാതാപിതാക്കളും സഹോദരങ്ങളും നാട്ടുകാരും സഭക്കോരൊക്കെ പ്രാർത്ഥിച്ച് ഇക്കരെ കടന്നു കിട്ടി. And we have come here with the help and prayers of our family members. ഇതുപോലൊരു പ്രശ്നം ഇനി ഉണ്ടാകുമ്പോൾ ദൈവം വേണമെന്ന്. But if that problem comes again, then you need the grace of God. പുതപ്പിന് രാവിലെ വീണേ മതിയാകും. We need the mantle of Elijah on us this morning. അടുത്തത് ഏലിയാവിന്റെ ദൈവം ആരാ? And next, who is the God of Elijah? 4 വാക്യം ഇങ്ങനെ വായിക്കുന്നു. Chapter 1 Kings chapter 17 verse number 4. ആഹാരം തരേണ്ടത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുള്ളത്. I have commanded the ravens to feed you. അപ്പൊ നോക്കണം, ദൈവം കാക്കയോട് കൽപ്പിക്കുന്ന ദൈവം. And God commands the ravens. ഇതിനകത്ത് 2 ദൂതുണ്ട്. There are 2 different meanings here. ഒന്ന്, കാക്ക ആർക്കും ഒന്നും കൊടുക്കത്തില്ല. First thing, ravens don't give anybody anything. അപ്പൊ ദൈവം കൽപ്പിച്ചാൽ ഇന്നലെ വരെ നമ്മെ കബളിപ്പിച്ചവർ നമ്മുടെ അടുക്കലേക്ക് വരും. But when God commands people, they will come and serve you. എനിക്ക് ഇന്നലെ ഓർമ്മിച്ച നാട്ടിലുള്ള കാക്ക നല്ല വരിയുള്ളു. You know the crow back in India. എന്റെ കാര്യം പറയുന്നത്, I'm talking about myself. അത് ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല. The crows, they have never given me നമ്മുടെ anything. കയ്യിലുള്ളതൊക്കെ എടുത്തോണ്ട് പോകുന്ന നമ്മുടെ But they are so expert in snatching the food. സ്വർഗം പറഞ്ഞാൽ But when heaven commands, നമ്മുടെ കുട്ടയിലെ വിത്തിനെ കൊത്തിക്കൊണ്ട് പോയത് പോലും തിരിച്ചു പറക്കും. He will return back what He snatched from you. നന്മ ചോർത്തിയ മണ്ഡലങ്ങളെ തിരിച്ചയക്കുന്ന ദൈവകൽപ്പനകൾ ഇന്ന് രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്. To restore the blessings back in your life. യേശു പറഞ്ഞ ഉപമയിൽ നാം ഇങ്ങനെ കാണുന്നു. ലൂക്കോസ് 8-ാം അധ്യായത്തില് In Luke chapter 8, we see a parable of Jesus. പുറപ്പെട്ടപ്പോൾ കുട്ടയിലെ നല്ല വിത്തിനെ ആകാശത്തിലെ പറവജാതി കൊത്തിക്കൊണ്ടുപോയി. And the sower went out to sow, and the birds of heaven came and took the seeds അത് away. നിലത്ത് വീണായിരുന്നെങ്കിൽ വളർന്നേനെ. If it was growing, it would have become plants. അതിൽ മണികൾ ഉണ്ടായേനെ. They would have grown fruits. അത് കൊയ്ത് കളപ്പുരയിൽ ശേഖരിക്കുകയും തലമുറയ്ക്ക് ഉപജീവന മാർഗമായി It തീർന്നേനെ. would have been used and stored in storehouses for the future generations. ആകാശത്തിലെ പറവജാതി അതിനെ കൊത്തിക്കൊണ്ടുപോയി. But the birds of heaven came and snatched the seed. അല്ലെങ്കിൽ കുട്ടയിലെ വിത്തിനെ അല്ലെങ്കിൽ കുട്ടയിലെ ആഹാരത്തെ പക്ഷി കൊത്തിക്കൊണ്ടുപോയാൽ When the bird of heaven comes and snatches the seed. എല്ലാം കൂടെ ചേർത്തുള്ള ആത്മീയ ദൂതുകളാണ്. I'm not speaking about spiritual meaning here. പല പോലും കാണുന്ന ലക്ഷണമില്ല. There are many instances when He's going to come against your life. അപ്പക്കാരുടെ പ്രമാണി കണ്ട ദർശനത്തില് The person who saw the dream, കുട്ടയിലെ നല്ല വിത്തിനെ പക്ഷി കൊത്തിക്കൊണ്ടുപോയപ്പോൾ when the good seeds were 3-ാം snatched, ദിവസം അവന്റെ ശരീരം മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നു. and the 3rd day his body was lying on the cross. ഞാൻ പറഞ്ഞു വരുന്ന ദൂതാണ്, This is what I want to say. നിന്റെ അവസാനം കാണുവാൻ നന്മ കൊത്തിക്കൊണ്ടു പോകുന്ന ശത്രു The enemy wants to see the end of your life. സ്വർഗം കൽപ്പിച്ചാൽ കൊത്തിക്കൊണ്ടുപോകാൻ തിരിച്ചു പറയും. But when the heaven commands, He will restore back your blessings. നീ ഇരിക്കുന്നിടത്ത് കാക്ക അയക്കുമെന്ന്. And He will send the ravens to the place that you are. അടുത്ത ദൂത് കാക്കയോടുള്ളതാണ്. The next commandment is to the ravens. അടുത്ത മെസ്സേജ് is for the crow. The next message is for the crow. യോബ് 38:41 വാക്യം. Job 38 verse number 41. കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ആരാണ് അവയ്ക്ക് തീരെത്തിച്ചു കൊടുക്കുന്നത്? And the little ones of the crow, they cry out of hunger. അപ്പൊ കാക്കയ്ക്കുള്ള